ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വിഷു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വിഷുവിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് സെറ്റ് മുണ്ടും സെറ്റ് സാരി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പെൺകുട്ടികൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ വിഷുവിൻ്റെ അന്ന് രാവിലെ അമ്പലത്തിൽ പോകാൻ പറ്റിയ ഒരു അടിപൊളി സെറ്റ് മുണ്ടും ഡിസൈൻ നമുക്ക് കാണാം. അപ്പോൾ അതെൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ സെറ്റും മുണ്ടുമാണ്. അപ്പോൾ ആ ഒരു സെറ്റും മുണ്ടിനെ ഞാനൊന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിന് പ്രത്യേകിച്ച് നമുക്കൊരു ചിലവിൻ്റെ ആവശ്യമില്ല, നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ക്യാരറ്റാണ്. അപ്പോൾ ക്യാരറ്റ് ഇങ്ങനെ നടുവായിട്ട് മുറിച്ചിട്ട്, അപ്പോൾ നമുക്ക് എത്ര വീതിക്കുള്ള ഡിസൈനാണോ നമുക്ക് വേണ്ടത്, ആ ഒരു എനിക്കിതിൻ്റെ ഈ ഒരു വീതിക്കാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ആ ക്യാരറ്റിൻ്റെ നടുഭാഗം വെച്ചിട്ട് മുറിച്ചു. അപ്പോൾ ക്യാരറ്റിൻ്റെ വലിപ്പം അനുസരിച്ച് നമ്മൾ എടുക്കുക. അതിന് ശേഷം ഞാൻ ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണ് ഇതേ ഒരു പൂവിൻ്റെ ഡിസൈൻ പോലെ ചെയ്തെടുക്കാമെന്ന് കരുതുന്നു. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടണം. കുറച്ച് കുഞ്ഞ് ലീഫുകളാകുമ്പോൾ കുറച്ച് ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് നമ്മുടെ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു വി ഷേപ്പിൽ നമ്മുടെ ക്യാരറ്റിൻ്റെ മധ്യഭാഗത്തോട്ട് ഇങ്ങനെ കുറച്ച് അകലം ഇട്ടിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് ആ വി ഷേപ്പ് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലവർ ഷേപ്പ് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈൻ വന്നിട്ട് ക്യാരറ്റിൽ മാത്രമല്ല, വേണമെങ്കിൽ കിഴങ്ങ് ഉപയോഗിച്ചിട്ട് വേറൊരു ഡിസൈൻ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ വെണ്ടയ്ക്ക ഉപയോഗിച്ചിട്ട് ഒരു ഡിസൈൻ ചെയ്തായിരുന്നു. അപ്പോൾ കോവയ്ക്കയും അടിപൊളിയാണ്. കോവയ്ക്കയും കട്ട് ചെയ്തിട്ട് അതിനുള്ളിലെ കുരു എടുത്ത് മാറ്റിയിട്ട്, പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട, ആ കുരു എടുത്ത് മാറ്റിയിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ഇതേപോലെ ആക്രിലിക് പെയിൻറ്റ് മുക്കിയിട്ടൊരു ഡിസൈൻ വെക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അച്ച് സെറ്റായിട്ടുണ്ട്. ഇത് ക്യാരറ്റിൽ നമ്മൾ ഫ്ലവറൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഗോൾഡൻ കരയാണ് നമ്മുടെ ആ ടിഷ്യൂ സാരിയാണ്, ടിഷ്യൂവിൻ്റെ സെറ്റ് മുണ്ടുമാണ്. അപ്പോൾ ഗോൾഡൻ ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു റെഡ് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. നല്ല രസമല്ലേ, റെഡ് അല്ലെ ഗ്രീനൊക്കെ കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പം ഞാൻ റെഡ് കൊടുക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അതിന് ശേഷം ഒന്ന് ഉടുത്ത് നോക്കുകയാണ്. ഇത് താഴെ വരുന്ന മുണ്ട് ഭാഗമാണ്. അപ്പോൾ ഇത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ആ ഫ്രണ്ട് കര വരുന്നത്. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് വേണോ ഇപ്പുറത്ത് വേണോ എന്ന് ആലോചിക്കുക. അപ്പോൾ ലാസ്റ്റിൽ കൺഫേം ചെയ്തു, ആ അറ്റ ഭാഗത്തിന് തൊട്ടിപ്പുറത്തായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ലൊരു പ്രതലത്തിൽ വേണം നമ്മളിത് നിവർത്തിയിടാൻ, എന്നാലും നമുക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ഈ വെച്ചാക്കുന്ന പ്രതലത്തിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു ന്യൂസ് പേപ്പറൊക്കെ വിരിച്ചിടുവാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. കാരണം ഞാൻ ചെയ്ത് കഴിഞ്ഞ് ആ ഒരു മുണ്ട് പൊക്കിയെടുത്തപ്പോഴാണ് താഴ്ഭാഗത്ത് ഇതേപോലെ ആ ഒരു റെഡ് കളർ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് തൂത്ത് കളഞ്ഞാൽ പോവും. പക്ഷേ നമ്മൾ സാരി ചെയ്ത ഭാഗം കഴിഞ്ഞ് വീണ്ടും താഴോട്ടുള്ള ഭാഗം ചെയ്യാൻ വേണ്ടി നമ്മൾ സാരി ഇങ്ങനെ നീക്കുന്ന സമയത്ത് താഴത്തെ പെയിൻറ്റ് അഥവാ ഉണങ്ങിയില്ലെങ്കിൽ നമ്മുടെ സാരിയുടെ വേറെ എവിടെയെങ്കിലും ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പേപ്പറൊക്കെ ഇട്ട് ചെയ്യുവാണെങ്കിൽ ആ പേപ്പർ മൊത്തത്തിൽ ഇങ്ങനെ താഴോട്ട് വലിച്ച് മാറ്റാമല്ലോ നമുക്ക്. അപ്പോൾ ഞാൻ ഇതേപോലെ ആ ഡിസൈൻ നമ്മുടെ ക്യാരറ്റിൽ നമ്മൾ ചെയ്തെടുത്ത ഡിസൈൻ്റെ മുകളിലോട്ട് റെഡ് കളറിലെ ആക്രിലിക് പെയിൻറ്റ് നന്നായിട്ട് തേച്ച് കൊടുത്തു. അതിനുശേഷം നമ്മുടെ സാരിയിൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ആ മുണ്ടിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പ്രസ് ചെയ്തെടുത്തപ്പോഴത്തേക്കിന് അടിപൊളിയായിട്ട് നമ്മൾ ഉദ്ദേശിച്ച ഡിസൈൻ വന്നിട്ടുണ്ട്. എനിക്ക് സന്തോഷം അത് കണ്ടപ്പോൾ. നമ്മൾ ഒറ്റ തുള്ളി പോലും വെള്ളം ചേർക്കാതിരിക്കുക കേട്ടോ. ഇതിനകത്തിലാണെങ്കിൽ കളറൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കുപ്പി നന്നായിട്ട് നോക്കിയപ്പോൾ അതിനകത്തിൽ നിറച്ചൊന്നുമില്ല, കുറച്ചെങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ തികയില്ലോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനത്തെ തികയാതെ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഒരു 2-3 ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്താൽ തന്നെ ഈ ആക്രിലിക് പെയിൻ്റ് അങ്ങ് ലൂസാകും. പിന്നീട് നമ്മുടെ ക്ലോത്തിൽ നന്നായിട്ട് അങ്ങ് പടരും. അപ്പോൾ ഇത് ക്ലോത്തിൽ ചെയ്യുമ്പോൾ വെള്ളമൊന്നും ചേർത്ത് നമ്മൾ ചെയ്യാതിരിക്കുക, ആ ബ്രഷിൽ പോലും വെള്ളം ആവാതിരിക്കുക. അതേ സെയിം ആക്രിലിക് പെയിൻറ്റിൽ തന്നെ മുക്കി ചെയ്യുമെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പം ഞാൻ പല രീതിയിൽ ട്രൈ ചെയ്യുന്നുണ്ട്. കൈ ഉപയോഗിച്ചിട്ടാക്കിയിട്ട് ആ ഒരു ക്യാരറ്റിൻ്റെ മുകളിലെ ഡിസൈൻ്റെ മുകളിലോട്ട് തേച്ചിട്ട് പിന്നീട് നമ്മുടെ ആ ഒരു ക്ലോത്തിലോട്ട് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കയ്യിലാക്കുമ്പോൾ കുറേ പെയിൻറ്റ് വേസ്റ്റായി പോകുന്നുണ്ട്. വീണ്ടും ഞാൻ ആ ക്യാരറ്റ് പിടിക്കാൻ വേണ്ടി കൈ കൊണ്ടുവന്ന് വേസ്റ്റ് തുണിയിലോട്ട് തേക്കുന്നു. അപ്പോൾ അത്രയും പെയിൻറ്റ് വീണ്ടും പോകുന്നുണ്ട്. പിന്നെ ഞാൻ അടുത്ത പരിപാടിയായിട്ട് ബഡ്സ് ഇട്ടിട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ബഡ്സ് ഇട്ടാലും ഏറെക്കുറെ ആ ബഡ്സിലാകും. അപ്പോൾ ഏറ്റവും അവസാനം ഈ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ വിചാരിച്ചു ആ ബഡ്സിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മുടെ അടപ്പിലോട്ടാക്കിയതിന് ശേഷം അടപ്പിലോട്ട് മുക്കി ക്യാരറ്റിൻ്റെ ആ ഒരു അച്ച് നമ്മുടെ അടപ്പിലോട്ട് മുക്കിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്ത് ആക്കുവാണെങ്കിൽ, ഒത്തിരി പെയിൻറ്റിലോട്ട് മുക്കരുത്, നമ്മുടെ ഡ്രസ്സ് മൊത്തം കുളമാകും. ഒരു 1-2 തുള്ളി ആ ഒരു അടപ്പിലോട്ട് നമ്മൾ ഒഴിച്ചതിന് ശേഷം നമ്മുടെ ക്യാരറ്റ് ചുമ്മാ ജസ്റ്റ് ഒന്ന് ഉരച്ചെടുത്തിട്ട് ഡ്രസ്സിലോട്ട് വെക്കുമെങ്കിൽ വേഗം നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സിമ്പിൾ ഡിസൈൻ ആയാലും ആ ഡിസൈൻ ചെയ്ത് മൊത്തത്തിൽ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് നമ്മൾ ഈ ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കിന് നല്ല ഭംഗിയുണ്ട്. ഒന്നാമത്തെ കാര്യം ആ ഗോൾഡൻ കളറിൽ
അതായത് ടിഷ്യൂൻ്റെ സാരിയിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഭംഗിയാണെന്ന് എനിക്ക് തോന്നി. നമ്മുടെ സാധാ വൈറ്റ് ചെയ്യുമ്പോഴത്തേക്കിനേക്കാളും ഒരു ഭംഗിയുണ്ട് ഈ ടിഷ്യൂ സാരിയും ആ ഗോൾഡൻ കരയും പിന്നെ ഈ റെഡും കൂടി വരുമ്പോഴത്തേക്കിന് നല്ല ഭംഗിയുണ്ട്. ഒറ്റ നോട്ടത്തിൽ ഇതിപ്പോൾ നമ്മൾ ചെയ്തതാന്ന് നമുക്കേ അറിയത്തുള്ളൂ. മറ്റൊരാൾ കാണുമെങ്കിൽ ഓൾറെഡി ഈ ഒരു സാരിയിൽ ഉള്ളതുപോലെ തന്നെ ഇരിക്കും. അങ്ങനെ നമ്മുടെ മുണ്ട് നമ്മൾ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ സാരി എടുത്തപ്പോൾ ഉണ്ട് അവിടെ മൊത്തം റെഡ് കളറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിശയിച്ച് ദൈവമേ എൻ്റെ സാരി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ നീങ്ങിയിരുന്നെങ്കിൽ മൊത്തത്തിൽ അതായേനേന്ന്. അപ്പോൾ അതേ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം നമുക്കിതൊന്ന് ഓൾറെഡി ഇത് നമ്മൾ ചെയ്ത് മാറുമ്പോഴും ഉണങ്ങി പോകുന്നുണ്ട്. ഇത് വൈകുന്നേരം സമയമാണ്, എന്നാൽ വലിയ വെയിലും ഇല്ലതാനും. പക്ഷേ നമ്മൾ കുറച്ച് പെയിൻ്റ് ആക്കിയല്ലേ ചെയ്യുന്നുള്ളൂ. ഒത്തിരി എക്സസൈഡായിട്ടുള്ള പെയിൻ്റ് ഇല്ലാത്തതുകൊണ്ട് ഉണങ്ങാൻ താമസമൊന്നും ഇല്ലായിരുന്നു. ഉണങ്ങി പോകുന്നുണ്ട്. എങ്കിലും ഞാൻ ആ ഒരു കസാരയിലോട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ വിരിച്ചാണ് വെച്ചത്, മടക്കി വെച്ചില്ല, അഥവാ കളറായാലോ. അപ്പോൾ അടുത്ത നമ്മുടെ ആ ഒരു നേരിയത് ചെയ്തെടുക്കുമ്പോഴത്തേക്കിനും അത് നന്നായിട്ട് ഉണങ്ങി കിട്ടും. അപ്പോൾ എന്താ അതേപോലെ നൂത്തിട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ അടുത്തതാണ് എടുത്തത്. അപ്പം ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ലാത്തതുകൊണ്ട് നമ്മൾ 2 കരയുടെ ഭാഗത്തും ഇങ്ങ് ചെയ്തു പോകണ്ട, ജസ്റ്റ് ഒന്ന് ഉടുത്ത് നോക്കിയിട്ട് ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ആ മുകൾ ഭാഗം ഒന്ന് ഉടുത്ത് നോക്കുകയാണ് എവിടേക്കാണ് വേണ്ടതെന്നൊക്കെ. അപ്പോൾ ബോട്ടിലെ മഷിയും കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ നോക്കുക കൂടുതലും ആ സൈഡ് ഭാഗത്തെ കരയിലായിട്ടായിരിക്കും ആ നോട്ടം വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് അങ്ങ് ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. കാരണം ഉള്ള പെയിൻറ്റ് അത്ര ഭംഗിയായിട്ട് അവിടെ നിൽക്കട്ടെ എന്ന് കരുതി. അപ്പോൾ ആ ഒരു ഭാഗത്തു നിന്നും നമ്മുടെ ആ സൈഡ് മറയ്ക്കുന്ന ആ ഭാഗത്തു നിന്നാണ് ഫസ്റ്റിൽ ചെയ്ത് തുടങ്ങുന്നത്. അത് ചെയ്തതിന് ശേഷം 2 സൈഡിലത്തെ ആ കരയുടെ തൊട്ട് സൈഡിലായിട്ടാണ് പിന്നീട് ചെയ്തെടുത്തത്. എന്തായാലും ഈ ഒരു ബോട്ടിൽ ഏറ്റവും അവസാന തുള്ളി വരെ നമ്മൾ ഈ സാരിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഒട്ടും പെയിൻറ്റ് നമുക്ക് തികയത്തില്ലായിരുന്നു. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കളർ എത്രത്തോളം ഉണ്ടെന്ന് നോക്കുക. ഞാൻ ആ ചുമപ്പ് കണ്ടപ്പോൾ വിചാരിച്ച് മൊത്തം അതിനകത്ത് ഉണ്ടെന്ന്. പക്ഷേ നന്നായിട്ട് തീർന്നിരുന്ന കുപ്പിയുടെ ഒരു ഇച്ചിരി ഭാഗത്ത് മാത്രം ഉണ്ടെന്ന് പിന്നെ ചെയ്തു തുടങ്ങിയപ്പോഴാണ് അറിഞ്ഞത്. പക്ഷേ കുഴപ്പമില്ല, നമ്മുടെ കുഞ്ഞു ഡിസൈൻ ആയതുകൊണ്ട് നമ്മുടെ ഭാഗ്യത്തിന് മൊത്തം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റി. അപ്പോൾ നമുക്ക് സാരിയിൽ മാത്രമല്ല, ഇതിപ്പോൾ മുണ്ടിലൊക്കെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അതായത് നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് കോംബോ, കപ്പിൾസ് കോംബോ ഒക്കെ പോകത്തില്ലേ. അപ്പോൾ കളർ സാരി ഇപ്പോൾ ബ്ലൂ ആണ് നമ്മൾ ഉടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇടുന്ന ഡ്രസ്സെങ്കിൽ ഇപ്പോൾ ഹസ്ബൻഡ് ആണെങ്കിൽ ബ്ലൂ ഷർട്ട് ഇടും. ആ രീതിയിൽ തന്നെ ഇപ്പോൾ നമ്മൾ സെറ്റ് മുണ്ട് കൊടുക്കുകയാണെങ്കിൽ ആ ബ്ലൗസിൻ്റെ കര വന്നിട്ട് ആ ഷർട്ടായിരിക്കുമല്ലോ. അങ്ങനെയൊക്കെ നമ്മൾ പെയർ ചെയ്ത് ഇടത്തില്ലേ ഹസ്ബൻഡ് ഇടുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അതായത് അങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ, ഇപ്പം ഞാൻ ഈ റെഡ് കളർ നമ്മൾ ഈ സൈഡിൽ കൊടുത്തതുപോലെ തന്നെ ഹസ്ബൻഡൊക്കെ മുണ്ട് ഉടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മുണ്ടിൻ്റെ കരയുടെ സൈഡിൽ നമുക്ക് ഈ ഒരു പാറ്റേൺ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതും നല്ലതായിരിക്കുമെന്ന് ഞാൻ കരുതുന്നത്. കാരണം ഇത് വലിയ ഡിസൈനൊന്നും അല്ലല്ലോ, വലിയ രീതിയിൽ അപ്പോൾ വൃത്തികേടൊന്നും ഉണ്ടായിരിക്കത്തില്ല. ഒരു കുഞ്ഞു പൂക്കളല്ലേ, നല്ല രസമായിരിക്കും ആ കസവിൻ്റെ താഴെയായിട്ട് കൊടുക്കുമ്പോൾ. അപ്പോൾ ആ രീതിയിൽ ചെയ്തെടുക്കുമെങ്കിൽ നമുക്ക് പെയർ ചെയ്തെടുക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഉണങ്ങട്ടെ, അതിന് ശേഷം നമുക്കിത് ഉടുത്ത് കാണിക്കാം. അപ്പോൾ ഉടുക്കുന്നതൊക്കെ നമ്മൾ നാളത്തേക്കാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുക, ഇത്രയൊക്കെ ഭംഗിയായിട്ട് വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞു കൊള്ളാമെന്നും പറഞ്ഞു. അപ്പോൾ ഇത് ഉടുത്തിട്ടുള്ള സീനാണ് അടുത്ത് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ സാരി ആര് കണ്ടാലും നേരത്തെ ഇതിനകത്തിൽ ഇല്ലാത്ത ഡിസൈനാണ് ഇതെന്ന് കണ്ടാൽ പറയത്തില്ല, നമ്മൾ ചെയ്തതാണെന്ന് ആർക്കും തോന്നുന്നില്ല. സാരിയിൽ ഓൾറെഡി ഉള്ളതാണെന്നേ പറയത്തുള്ളൂ. അപ്പോൾ പേഴ്സണലി എനിക്ക് തോന്നിയത് ഈ സാരി ഞാൻ ഉടുക്കുന്ന സമയത്ത്, അതായത് ഈ ഒരു ഡിസൈൻ ഇല്ലാത്തതിന് മുന്നേ ഉള്ള ആ ഒരു ഫോട്ടോ ഒക്കെ വെച്ച് നോക്കുമ്പോൾ അറിയാം, ഈ ഉള്ളപ്പോഴാണ് അടിപൊളിയായിട്ട് തോന്നിയത്. അപ്പോൾ നമ്മുടെ പഴയ സെറ്റ് മുണ്ടിനൊക്കെ ഇതേപോലെ ഒരു മേക്ക് ഓവർ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ചെയ്യുക.